ഒന്നാമത്തെ മൂലപാപം അഹങ്കാരം. അഹങ്കാരം, കോപം, അസൂയ, ഭക്ഷണാസക്തി, മോഹം, അലസത. ഓർക്കുന്നുണ്ടോ ഇതൊക്കെ? അപ്പോൾ ഈ മൂലപാപങ്ങളെ പരാജയപ്പെടുത്തണം. അപ്പോൾ അതുകൊണ്ട് ഐഡന്റിഫൈയിങ് ദ സ്പിരിറ്റ്. യേശു ചോദിച്ചു, നിന്റെ പേരെന്താണ്? മനസ്സിലാവുന്നുണ്ടോ? ഈശോ ചോദിക്കുകയാണ്, നിന്റെ പേരെന്താണ്? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഉടനെ ഇനി മർക്കോസ് 5:9 തിരിച്ചു വരിക. യേശു ചോദിച്ചു, മർക്കോസ് 5:9. വായിച്ചു. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. പറ. അവൻ പറഞ്ഞു ലെഗിയോൺ. ഇനി നിർത്തിക്കെ മതി. ലെഗിയോൺ. അവൻ പറഞ്ഞു, ലെഗിയോൺ എന്ന് പറഞ്ഞാൽ ലീജിയൻ, LEGION. മനസ്സിലായോ? അതാണ് ലെഗിയോൻ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ പേരല്ല. ലെഗിയോൻ എന്ന് പറഞ്ഞാൽ ഒരു സംഘം. റോമൻ പട്ടാളത്തിൽ 6000 പട്ടാളക്കാരുടെ ഒരു ഗ്രൂപ്പിനെ വിളിച്ചിരുന്ന പേരാണ് ലെഗിയോൻ. പിടികിട്ടുന്നോ? പട്ടാളക്കാർ 6000 പട്ടാളക്കാരുടെ ഗ്രൂപ്പിന്റെ പേരാണ് ലെഗിയോൻ. ലീജിയൻ. ഓക്കെ. അപ്പൊ ലീജിയൻ ഓഫ് മേരിക്കാരെ ഇനി ലെഗിയോൻ എന്ന് വിളിക്കരുത്, ലീജിയൻ എന്ന് തന്നെ വിളിച്ചാൽ മതി. അപ്പോൾ ലെഗിയോൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പറ. ലെഗിയോൻ 6000 പട്ടാളക്കാർ. അപ്പൊ ഈ ലെഗിയോൻ എന്ന് ഇയാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ പിശാച് ബാധിതന്റെ ശരീരത്തിൽ എത്ര പിശാചുക്കളുണ്ട്? 6000 ദുരാത്മാക്കളുണ്ട്. 6000 ദുരാത്മാക്കൾ. നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, ഇത് ആത്മാക്കളുടെ പിടിയിലായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ സൗഖ്യ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സൗഖ്യ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ റിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു ആശയം ഉപയോഗിക്കും. റിലേറ്റഡ് സ്പിരിറ്റ്. ഉദാഹരണത്തിന് റിലേറ്റഡ് സ്പിരിറ്റ്, ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ റിജക്ഷൻ, തിരസ്കാരം. ചേച്ചിമാർപ്പെടൽ, ഉപേക്ഷിക്കൽ. ആ കുഞ്ഞിന് തോന്നുകയാണ് എന്നെ ഉപേക്ഷിച്ചതാണ്. അപ്പനും അമ്മയും എന്നെ കൊണ്ടുപോകാത്തത്, അപ്പനും അമ്മയും എന്നെ അബാൻഡൻ ചെയ്തതാണ്. അബാൻഡൻമെന്റ്. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു അനാഥത്വം, രണ്ടാമത്തേത് ഉപേക്ഷിക്കൽ. ഇത് രണ്ടും കൂടെ ആവുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒരു മുറിവിൻ്റെ പേരാണ് റിജക്ഷൻ, തിരസ്കാരം. ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ചെറിയ പ്രായം മുതലേ എത്ര പ്രായമായാലും, വളർന്നു വന്ന് എത്ര പ്രായമായാലും യേശു സുഖപ്പെടുത്തിയില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ എല്ലാ കാലത്തും ഒരു മുറിവുണ്ടാവും. ആ മുറിവിൻ്റെ പേരാണ് റിജക്ഷൻ. ആ കുഞ്ഞെപ്പോഴും, ആ വ്യക്തി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, എന്നോടാർക്കും ത്യാഗമില്ല, എന്നെ ആർക്കും ബഹുമാനമില്ല, എന്നെ ആർക്കും വേണ്ട, എന്നോടാർക്കും ഒരു പരിഗണനയില്ല, ഞാനിവിടെ ഒരു വേണ്ടാത്ത ആളാണ്, എന്നെ എല്ലാവരും എഴുതി തള്ളിയിരിക്കുകയാണ്. പറഞ്ഞ അനേകം പേരുടെ മദ്യപാനത്തിൻ്റെ റൂട്ട് ഈ റിജക്ഷനാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അനേകം പേരുടെ മദ്യപാനത്തിൻ്റെ റൂട്ട് റിജക്ഷനാണ്. ഞാൻ മദ്യപാനികളെ എൻ്റെ കൂടെ കൊണ്ടുപോയി നിർത്തി വർഷങ്ങളോളം താമസിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ആരെങ്കിലും ഉണ്ട്, അവരെ ആരോ ഓണപ്പ് ചെയ്യുന്നു, അവർ വേണ്ടപ്പെട്ട ആളുകളാണ്, അവർക്കൊരു കരുതൽ കൊടുക്കാൻ ആളുണ്ട് എന്ന് തോന്നിയാൽ ഈ മുറിവ്, ഈ പിശാച് വിട്ടുപോകും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ റിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ അനാഥത്വം, ഉപേക്ഷിക്കപ്പെടൽ, തിരസ്കാരം, ഇത് മൂന്നും ബന്ധപ്പെട്ട രൂപികളാണ്. ഒന്നുണ്ടെങ്കിൽ മൂന്നും ഉണ്ടാവും. പിടികിട്ടുന്നോ? അപ്പോൾ റിജക്ഷനെ പുറത്താക്കുമ്പോൾ, റിജക്ഷനെ സുഖപ്പെടുത്തുമ്പോൾ ഒന്നല്ല സുഖപ്പെടുന്നത്, മൂന്നും സുഖപ്പെടും, മൂന്നും വിട്ടുപോകും. ഞാൻ മനസ്സിലാവാനാണ് ഇങ്ങനെ പറയുന്നത്. റിലേറ്റഡ് സ്പിരിറ്റ്സ് നമ്മൾ അറിയില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ ഇതുപോലെ ഇങ്ങനെ കണക്റ്റഡായി കിടക്കുന്ന മുറിവുകളുണ്ട്, അരൂപികളുണ്ട്, ദുസ്വാധീനങ്ങളുണ്ട്, തഴക്കദോഷങ്ങളുണ്ട്, തിന്മകളുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് സൗഖ്യപ്പെടാൻ തിരിച്ചറിയണം. ഒരു കൂട്ടം സ്പിരിറ്റുകൾ പറയുകയാണ്, ഞങ്ങൾ 6000 പിശാചുക്കളുണ്ട്, 6000 ദുരാത്മാക്കൾ ഇവന്റെ ശരീരത്തിൽ, 6000 പേരുണ്ട്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പൊ അത് തിരിച്ചറിയണം. ഇതിന്റെ കൂടെ നിങ്ങൾ 4-ാമത്തെ ദിവസം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ടിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. കുറച്ച് വലിയ കട്ടിയല്ല, എന്നാലും ചില ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ പാടായിരിക്കും. നല്ലതായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഞാനിത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇനി എല്ലാ കാര്യത്തിൻ്റെയും പിന്നിൽ ഇനി പിശാചാന്ന് പറയരുത്.
ഇത്രയും ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇനി ചിന്തിക്കരുത്, നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിങ്ങൾക്കൊരു തലവേദന വന്നു, ഉടനെ നിങ്ങൾ എന്ത് പറയും? അയ്യോ പിശാച് തലവേദന തന്നിരിക്കുകയാണ്. ഇപ്പം എനിക്ക് ഇന്ന് ഇങ്ങോട്ട് വരുന്നപ്പോൾ രാവിലെ അല്ല ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് തലവേദനയാണ്, ഇപ്പോഴും ഉണ്ട്. പറയാൻ പറ്റുമോ പിശാച് കൊണ്ടുവന്നാന്ന്? ഇല്ല. അത് വെള്ളം കുടിക്കാത്തതിൻ്റെ ആയിരിക്കും, വിശ്രമിക്കാത്തതിൻ്റെ ആയിരിക്കും. എനിക്കതുകൊണ്ട് ഞാൻ ഒരു വിലപ്പെട്ട പാഠം നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിലപ്പെട്ട പാഠം ഇത് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നന്നായിട്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. അതായത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പിശാച് വരുത്തുന്നത് കൊണ്ട് ജഡത്തിൽ നിന്ന് വരുന്നത് കൊണ്ട്. ഞാൻ എന്താ പറഞ്ഞേ? വളരെ സൂക്ഷ്മമായിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. പിശാച് തരുന്നത് കൊണ്ട് ജഡത്തിൽ നിന്ന് വരുന്നത് കൊണ്ട്. ഞാൻ എന്താ പറഞ്ഞേ? പിശാച് തരുന്നത് കൊണ്ട് ജഡത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് ആണല്ലോ. അതെ. ഇപ്പോൾ ചില വ്യക്തികൾക്ക് അവർ ജനിച്ച കാലം മുതൽ അവർക്കുണ്ടായ ചില മുറിവുകളിലൂടെ ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ടായിരിക്കും. ഒരു സ്വഭാവ ദൂഷ്യമാണ് ഭയങ്കര കോപം. പാത്രമൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. ഉഗാണ്ടയിലൊക്കെ അങ്ങനെയുള്ള ആൾ, അയ്യോ ഉഗാണ്ടയെന്ന് പറയരുത്, ഉഗാണ്ടയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് പറഞ്ഞു, മേലാൽ അങ്ങനെ പറയരുതെന്ന്. ഞങ്ങൾ ഉഗാണ്ടയിലുള്ള നല്ല മലയാളികൾ അച്ഛൻ്റെ ടോക്ക് കേൾക്കുന്നവരാണ്, ഞങ്ങൾക്ക് എന്നെ വിഷമമെന്നറിയാമോ ഈ ഉഗാണ്ട. അതുകൊണ്ട് ഉഗാണ്ട ഞാൻ വിട്ടിരിക്കുകയാണ്. ഞാൻ വേറെ റുവാണ്ട എന്താണ് വേറെ രാജ്യം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ. അതായത് ഇപ്പം നമുക്ക് ഈ കോപം ഇങ്ങനെ അങ്ങോട്ട് മൂത്തിട്ട് പാത്രമൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു സെമിനാരിക്കാരൻ ഈ ക്രിക്കറ്റ് കളിയിലോ ഫുട്ബോൾ കളിയിലോ അങ്ങനെ എന്തെങ്കിലും കളിയിൽ ഇന്ത്യ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ തോറ്റാൽ അവനന്ന് ബാത്റൂമിലെ എല്ലാ ബക്കറ്റും അടിച്ചു പൊട്ടിക്കും. ഇന്ത്യ തോറ്റാൽ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യ തോക്കരുതേ എന്ന് പ്രാർത്ഥിച്ചത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല, ബക്കറ്റ് വാങ്ങിക്കാൻ കാശില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഇന്ത്യ തോറ്റാൽ ഇവൻ ബാത്റൂമിലുള്ള സകല ബക്കറ്റും അടിച്ചു പൊട്ടും. ബാത്റൂമിലേക്ക് ചെന്നിട്ട് ഭ്രാന്ത് പിടിച്ച പോലെ എല്ലാം അടിച്ചു പൊട്ടിക്കും. എന്തായാലും അച്ഛനായില്ല, അതിന് മുമ്പ് പുള്ളി പോയി. സഭയ്ക്ക് വലിയ നഷ്ടമായി, അല്ലെ? സഭയ്ക്ക് എന്തോരം ബക്കറ്റുകൾ നഷ്ടപ്പെട്ടേനെ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയേ. കോപം, നിയന്ത്രണാതീതമായ കോപം. ചോദിക്കട്ടെ, ഇത് പിശാച് കൊണ്ടുവരുന്നതല്ല, ഇത് ജഡത്തീന്ന് വരുന്നതാണ്. ഇതാ വ്യക്തിക്ക്, ഞാൻ എൻ്റെ അടുത്ത് അമ്മ കുഞ്ഞിനെ കൊണ്ടുവരും, അച്ഛാ ഭയങ്കര ദേഷ്യവും അച്ഛാ ഒന്ന് പ്രാർത്ഥിക്ക്. ഞാൻ കുഞ്ഞിനെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പറയും, നിങ്ങളിൽ ആർക്കാ ദേഷ്യവും ചോദിക്കും, അപ്പനാണോ അമ്മയ്ക്കാണോ ദേഷ്യം? അപ്പോൾ അവർ പറയും എനിക്കാ ദേഷ്യം. ഞാൻ പറഞ്ഞു അപ്പം നമുക്ക് അവിടുന്ന് തുടങ്ങാം. ശ്രദ്ധിക്കണം, ജഡത്തീന്ന് വന്നതിനെ ജഡത്തിൽ നേരിടണം, പിശാച് കൊണ്ടുവരുന്നതിനെ പിശാചിനോട് നേരിടണം. ജഡത്തീന്ന് വരുന്നതിന് പിശാചിനെ പഴി പറഞ്ഞുകൊണ്ടിരുന്നാൽ മരണം വരെ ജഡത്തിൽ ഇതുണ്ടാവും. മനസ്സിലാവുന്നോ? പിശാച് കൊണ്ടുവരുന്നതിനെ ജഡത്തീന്ന് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മരണം വരെ ഈ പൈശാചിക പീഡ ഉണ്ടാവും. ഇതിനെ തരം തിരിച്ച് മനസ്സിലാക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വചനത്തിൽ ആഴപ്പെടുമ്പോൾ നമുക്കൊരു ധാരണ കിട്ടും. ജഡത്തിൽ വരുന്നതിനെ നേരിടാൻ വചനം പറഞ്ഞു തരുന്ന വഴിയാണ് ജഡത്തെ കുരിശിൽ തറയ്ക്കുക എന്ന് പറഞ്ഞേ. ജഡത്തെ കുരിശിൽ തറയ്ക്കുക. അപ്പൊ ജഡത്തിൽ നിന്ന് വരുന്നതിനെ നേരിടാനുള്ള വഴി എന്താണ്? ജഡത്തെ കുരിശിൽ തറയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ശരീരത്തെ പട്ടിണിക്കിടണം. ഇടയ്ക്കിടയ്ക്ക് ശരീരത്തോട് പറയണം, 3-4 ദിവസമായിട്ട് നീ മീൻ തിന്നതല്ലേ, നിനക്ക് നാളെ മീനില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നിനക്ക് നാളെ മീനില്ല. മനസ്സിലായോ? കട്ടിലെ കുറേ ദിവസം കിടക്കുമ്പോൾ 2 ദിവസം ഇറങ്ങി നിലത്ത് കിടക്കണം. എന്നിട്ട് പറയണം, നീ കുറേ കട്ടിലെ കിടന്നതല്ലേ, 2 ദിവസം മര്യാദയ്ക്ക് നിലത്ത് കിടക്ക്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ശരീരത്തെ കുരിശിൽ തറയ്ക്കണം. ശരീരത്തെ കുരിശിൽ തറയ്ക്കാത്തവർക്ക് ഒരാത്മീയ പുരോഗതി ഒരിക്കലും ഉണ്ടാവത്തില്ല. കാരണം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് മാറിയാൽ വലിയ ആത്മീയ ശക്തി വെളിപ്പെടും. അതുകൊണ്ട് ശരീരത്തെ നിയന്ത്രിക്കാൻ ചെറിയ പ്രായത്തിലേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. വെള്ളിയാഴ്ച ദിവസം സഭ വർജന പറഞ്ഞിട്ടുണ്ട്, അതനുസരിക്കണം. അതനുസരിച്ചിട്ട് അത് നമ്മൾ വേണ്ടാന്ന് വെക്കണം. മനസ്സിലായോ? ഇത് വിശ്വസ്തത പുലർത്തണം. അത് വിശ്വസ്തത പുലർത്തുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അണുവിട വ്യതിചലിക്കത്തില്ല, അതിനകത്ത് ഇത് വെള്ളിയാഴ്ച കഴിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശരീരത്തെ നിയന്ത്രിച്ചു. ശരീരത്തെ കുരിശിൽ തറയ്ക്കണം, പിശാചിനെ
ബഹിഷ്കരിക്കണം. പിശാചിനെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇത്രയും മനസ്സിലായോ? നിന്റെ പേരെന്താണ്? പേരെന്താണ്? ലെഗിയോൻ. ലെഗിയോൻ എന്ന് പറഞ്ഞാൽ 6000 പേര്, 6000 ദുരാത്മാക്കൾ. അപ്പൊ ഈ 6000 ദുരാത്മാക്കളെ യേശു പുറത്താക്കാൻ പോവുകയാണ്. അപ്പൊ അടുത്ത വാക്യം വായിക്കാം. യേശു ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൻ മറുപടി പറഞ്ഞു, ലെഗിയോൻ. പറ, ഞങ്ങൾ അനേകം പേരുണ്ട്, ഞങ്ങൾ അനേകം പേരുണ്ട്. അടുത്ത വാക്യം, തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ യേശുവിനോട് കേണപേക്ഷിച്ചു. കരഞ്ഞോണ്ട് പറയുകയാണ്. എന്താണ്? തങ്ങളെ എന്ന് പറഞ്ഞാൽ ഈ 6000 ദുരാത്മാക്കളെ, 6000 പിശാചുക്കളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ യേശുവിനോട് കേണപേക്ഷിച്ചു. ഒരിക്കലൂടെ വായിക്കാം, വാക്യം 10. തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഈ പിശാചുക്കളുടെ, ദുഷ്ടാരൂപികളുടെ പ്രത്യേകത സ്പിരിറ്റ്സ് ആർ ടെറിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഈ ദുരാത്മാക്കൾ ഒരു സ്ഥലത്തോട് ബന്ധിക്കപ്പെട്ടവരാണ്. ഒരു സ്ഥലത്തോട്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, കൊല്ലം ജില്ലാ കളക്ടറിന്റെ പേരെന്താ? എന്താ? ദേവിദാസ്. ശരിയാണേ? ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ലോകത്തല്ല അവസാനം തെറ്റിച്ചെന്നും പറഞ്ഞു തരരുത്. ദേവിദാസ്. ദൈവമേ, ആണോ എന്തോ? അപ്പൊ കൊല്ലം കളക്ടറിന് തിരുവനന്തപുരത്ത് വല്ല പവറും ഉണ്ടോ? അതെന്താ ഇല്ലാത്ത? കളക്ടറല്ലേ? തിരുവനന്തപുരം കളക്ടറിന് കോഴിക്കോട് വല്ല പവറും ഉണ്ടോ? അല്ല, കളക്ടറാന്നൊക്കെ പറയാം, അത്രയേ ഉള്ളൂ. പക്ഷെ തിരുവനന്തപുരത്തിന്റെ ഭരണപരമായ അധികാരങ്ങളിൽ കോഴിക്കോട് കളക്ടറിന് പവറില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കളക്ടറിന്, ഒരു ജില്ലാ കളക്ടറിന് അധികാരം ആ സ്ഥലത്തോട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞതുപോലെ പിശാചുക്കളുടെ പവർ സ്ഥലങ്ങളോട് ബന്ധപ്പെട്ടതാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു ആത്മീയ രഹസ്യമാണ്, ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. പിശാചുക്കൾക്ക് ചില സ്ഥലത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ചില സ്ഥലത്ത് അവരിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ തിരുവനന്തപുരത്ത് ധ്യാനകേന്ദ്രത്തിൻ്റെ ആ സ്ഥലത്ത് ചെന്ന് ആരംഭത്തിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് അന്ന് ഞങ്ങൾ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആത്മഹത്യ. അപ്പോൾ ഹൈന്ദവ സഹോദരങ്ങളുടെ വീടാണ്. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോ ആരുടെ? ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛൻ മറന്നുപോയെന്ന് ചോദിച്ചു. അച്ഛൻ ഇവിടെ അന്ന് ആദ്യമായിട്ട് വന്ന സമയത്ത് രാത്രി വന്ന് ഞാൻ അച്ഛനെ വിളിച്ച്, ഓർക്കുന്നില്ലേ അച്ഛാ, എൻ്റെ മോനാണ്, അവൻ ആത്മഹത്യ ചെയ്താണ്, അച്ഛൻ ഓർക്കുന്നില്ലേ? ഇത് അവിടുത്തെ എല്ലാ ദിവസവും ഇതാണ് സംഭവം. എല്ലാ ദിവസവും ആരെങ്കിലും വന്ന് പറയും, ആരെങ്കിലും ഒരാൾ മരിച്ചെന്ന് പറയും, ആത്മഹത്യ. അപ്പം ഞങ്ങൾക്ക് അതും അവിടെ ചെന്ന സമയത്ത്, അവിടെ ഞങ്ങൾ ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ ആത്മഹത്യയുടെ ഒരു സ്വാധീനമുണ്ട്. ആത്മഹത്യ. ഒരു വീട്ടിൽ നിന്ന് വെറുതെ ഇരുന്നൊരു ചേട്ടൻ ഫ്യൂരിഡാൻ അതെടുത്ത് കഴിച്ച് ആശുപത്രിയിലായി. അയൽവക്കത്തുള്ളതാണ്. അന്ന് നമ്മൾ അവിടെ ആരാധനയിലും പ്രാർത്ഥനയിലും എല്ലാം കർത്താവിന് ഈ വിഷയം സമർപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ ആരാധിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് മഹത്വം. ഇന്ന് ആ ദേശത്ത് ആത്മഹത്യയില്ല. ഇപ്പം അവിടെ എങ്ങനെ ഒരുപാട് കാലങ്ങളായി ആത്മഹത്യയെക്കുറിച്ച് ആരെങ്കിലും പറയുന്നത് ഒരുപാട് ജനത്തിനെല്ലാം, മാത്രമല്ല ഞങ്ങളുടെ അയൽവക്കക്കാർക്കെല്ലാം സന്തോഷം. എല്ലാവർക്കും സന്തോഷം. എന്നാ സന്തോഷം. ഇന്ന് രാവിലെ ഞാൻ നടന്ന് മേളിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ചേച്ചിയും മകളും കൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഹൈന്ദവ സഹോദരങ്ങളാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ നല്ല പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന ഒരു ചിരി തന്നു എനിക്ക്. അപ്പം ഞാനും ചിരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനെ കണ്ടല്ലോ, സന്തോഷമായി, ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യം നടക്കും. എന്നോട് പറയാണ്, എന്നെ കണി കണ്ടത് അവർക്ക് സന്തോഷമായെന്ന് പറയാണ്. കണി കാണുന്നതൊക്കെ അതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നില്ല, അതൊന്നും അല്ല അതിനകത്തെ കാര്യം. പക്ഷെ അവരുടെ സന്തോഷം, അവരുടെ സ്നേഹം, അയൽവക്കക്കാരാ. എന്താ കാര്യം? അവർക്ക് സന്തോഷമുണ്ടായി. അവർക്ക് ആ പ്രദേശത്ത് കർത്താവിൻ്റെ ആലയം വന്നപ്പോൾ ആ പ്രദേശങ്ങളിൽ നിന്ന് ദാരിദ്ര്യം മാറി തുടങ്ങി, വീടുകളുണ്ടായി തുടങ്ങി, ആളുകൾക്ക് ജോലി കിട്ടി തുടങ്ങി, അവിടെ ആളുകൾ പ്രാർത്ഥിക്കാൻ വരാൻ തുടങ്ങി, യേശുവിനെ അറിയാൻ തുടങ്ങി, മാമോദീസ മുങ്ങാൻ തുടങ്ങി. എന്ത് സന്തോഷം! മനസ്സിലാവുന്നുണ്ടോ? ആ ദേശത്ത് നിന്ന് ഈ ആത്മഹത്യയുടെ അരൂപി പലായനം ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ താമസിക്കുന്ന ചില സ്ഥലങ്ങളിൽ ചില പൈശാചിക അരൂപികൾ ഉണ്ടാവും. ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാകും. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. യേശു തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷം പ്രഘോഷിക്കാൻ അയച്ചപ്പോൾ അവർക്ക് ആദ്യം കൊടുത്ത അധികാരം എന്തായിരുന്നു?
പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. എൻ്റെ ചോദ്യം, എന്തിന് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ എന്തിന് അധികാരം കൊടുത്തേ? ഇനി അടുത്തത്, ഈശോ മത്തായി 28:18 വായിക്കണ്ട, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവാണ്. മത്തായി 28:18 പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തണം. എന്താ വചനത്തിൻ്റെ അർത്ഥം? യേശുവിനറിയാം ചില സ്ഥലങ്ങളിൽ അധികാരമുള്ള ചില അരൂപികളുണ്ട്, നിങ്ങൾ അതിനെ പേടിക്കണ്ട, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്കാണ്, അതുകൊണ്ട് നിങ്ങൾ പൊക്കൊള്ളുക. യേശു 12 അപ്പസ്തോലന്മാരെ അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ മേലും അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. മത്തായി 10:1-2, ലൂക്ക 9:1-2. യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ വേറൊരു വചനം വായിച്ചേ, മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം എടുത്ത്. അവിടെ മറ്റൊരു വചനം പറയുന്നുണ്ട്. യേശു ശിഷ്യന്മാരെ അയക്കുന്ന സമയത്ത് യേശു വീണ്ടും അവരോട്, മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ വായിച്ച് 1 മുതൽ വായിച്ച് 7 മുതൽ വായിച്ച്. മർക്കോസ് 6:7 മുതൽ. അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. 12 വായിച്ച്. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുഗമിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി, അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ജീവിക്കുന്ന പല സ്ഥലങ്ങളിലും ചില തിന്മകൾ, ചില അരൂപികളുടെ സ്വാധീനം ഉണ്ടാവും. ഉദാഹരണം, ദാരിദ്ര്യം. ചില സ്ഥലത്ത് താമസിച്ചാൽ ദാരിദ്ര്യം വിട്ടുമാറത്തേയില്ല. ഞാൻ ഒരുപാട് അനുഭവങ്ങൾ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. ചില സ്ഥലത്ത് താമസിച്ചാൽ അവിടെ താമസിക്കുന്നവരുടെ ദാരിദ്ര്യം മാറത്തേയില്ല. ചിലയിടത്ത് താമസിച്ചാൽ രോഗം അവിടെ ചിലർ പറയത്തില്ലേ, വീട് വെച്ച് ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയ പോലെ എൻ്റെ രോഗം മാറുന്നേ രോഗം. ചിലയിടത്ത് മാനഹാനി, ചിലയിടത്ത് അപമാനം. ഇങ്ങനെ ഈ ദുരാത്മാക്കളുണ്ട്. നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ വീട് സ്ഥലവും വെച്ചിട്ട് വേറെ സ്ഥലത്ത് പോകണം ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓടി നടക്കാനേ സമയം കിട്ടൂ. എന്ത് ചെയ്യണം? 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ വീട്ടിലിരുന്ന് ഉച്ചത്തിൽ ബൈബിൾ വായിച്ചാൽ സകല ദുരാത്മാക്കളും പെട്ടിയും കിടക്കയും എടുത്ത് പലായനം ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായല്ലോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ഉച്ചത്തിൽ ബൈബിൾ വായിക്കണം. അതിന് ഒരു തർക്കവും വിചാരിക്കരുത്. കാരണം എന്തെന്നറിയാം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒത്തിരി സമയമില്ലെങ്കിലും ഞാൻ പറയാം കേട്ടെ. ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നു. ആ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കത്തെഴുതി തരാമെന്ന് ചോദിച്ചു. ഒരു കത്തെഴുതി തരാമോ? സാധാരണഗതിയിൽ ഞങ്ങൾ അച്ഛന്മാരോട് ആളുകൾ കത്ത് ചോദിക്കുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്നുകിൽ അഡ്മിഷൻ അല്ലെങ്കിൽ ജോലി. ഇതിനാണ് കത്തെഴുതി. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ വീട്ടിൽ ആരും ഇല്ലല്ലോ, അഡ്മിഷൻ കിട്ടാനും ആരുമില്ല, ജോലി കിട്ടാനും ആരുമില്ല, അപ്പോൾ പിന്നെ എന്തിനാണ് കത്ത്? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ ലോട്ടറി കച്ചവടക്കാരനാണ്. അച്ഛനതറിയാവോ? ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ലോട്ടറി കച്ചവടമാണെന്ന് എനിക്കറിയാം. എനിക്കൊരു അമ്മ മാത്രമേ ഉള്ളെന്ന് അച്ഛനറിയാമോ? അറിയാം. എനിക്ക് ഭാര്യ ഉണ്ടായിരുന്നു എന്നറിയാമോ? ഞാൻ പറഞ്ഞു, അറിയത്തില്ല. എന്നാൽ കേട്ടോ, ഉണ്ടായിരുന്നു. എനിക്ക് മക്കളില്ല, എൻ്റെ ഭാര്യ മരിച്ചുപോയി, ഞാൻ ഏകസ്ഥനാണ്, അമ്മയെ നോക്കി ജീവിക്കുകയാണ്. അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനും അമ്മയുടെ കാര്യങ്ങൾ നോക്കാനുമാണ് ഞാൻ ലോട്ടറി കച്ചവടം നടത്തുന്നത്. അച്ഛാ ഉച്ച വരെ ലോട്ടറി കച്ചവടം. ഉച്ച കഴിഞ്ഞ് ലോട്ടറി കച്ചവടം കഴിഞ്ഞ് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, വീടാന്തരം കയറി ഇറങ്ങി പോയി പ്രാർത്ഥിച്ച് യേശുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വൈകുന്നേരം വരെയുള്ള സമയം ചെലവഴിക്കാം. അപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഉച്ച കഴിഞ്ഞ് മിച്ചം വരുന്ന സമയം ഞാൻ സുവിശേഷം പ്രസംഗിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ പ്രസംഗിക്കുന്നത്? അച്ഛാ ഞാൻ പ്രസംഗിക്കുകയല്ല, ഞാൻ പോയി പ്രാർത്ഥിക്കും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമായി, ചേട്ടന് ഞാൻ കത്ത് തരാൻ പോവാണ്. ഒരു പേപ്പർ എടുത്ത് ഞാൻ ഈ കത്തെഴുതാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത കടന്നു വന്നു. ഇപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഈ ചേട്ടൻ എന്താണ് വീടാന്തരം കയറി ഇറങ്ങി പോയി പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ചേട്ടൻ എന്തെങ്കിലും അബദ്ധം വീടുകളിൽ ചെന്ന് പറഞ്ഞാൽ ഇയാൾ ഈ കത്തെടുത്ത് കാണിക്കുമ്പോൾ എൻ്റെ പേരും ഒപ്പുമാണ് അടി കിടക്കുന്നത്. ഇയാൾ പറയുന്ന സകലതിനും പിന്നീട് ഞാൻ ഉത്തരവാദിത്വം പറയേണ്ടി വരും എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പേനയുടെ ക്യാപ്പിട്ടിട്ട് ഞാൻ ആ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ എന്താണ് പറയുന്നത്, എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നറിയാതെ ഞാൻ എങ്ങനെയാണ് ഈ കത്ത് തരുന്നത്? അതുകൊണ്ട് ഇപ്പോൾ ചേട്ടൻ ഈ വീട്ടിൽ വന്നതാണെന്ന് വിചാരിക്കുക. ഉദാഹരണമായി ഞാനൊരു കുടുംബനാഥനാണ്, ഇതെൻ്റെ വീടാണ്, ചേട്ടൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പോൾ ചേട്ടൻ എങ്ങനെ പ്രാർത്ഥിക്കും? ചേട്ടൻ ആ വീട്ടിൽ വരുമ്പോൾ എന്തൊക്കെ പറയും, എന്തൊക്കെ ചെയ്യും എന്നോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഞാനിങ്ങനെ ഈ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്, ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരാളാണ്, ഞാൻ കത്തോലിക്ക സഭയിൽപ്പെട്ട ആളാണ്, ഡാനിയൽ അച്ഛനാണ് എൻ്റെ വികാരി അച്ഛൻ. അപ്പം ഞാൻ വിചാരിച്ച പോലെയൊക്കെ തന്നെ. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ
നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പോവാണ്, അച്ഛന് മനസ്സിലായില്ലേ, എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. ഇരിക്കുകയാണോ? എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഈ ചേട്ടൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചില മനുഷ്യരുടെ പ്രാർത്ഥന ഒരു 2-3 വാചകം പറയുമ്പോഴേ പരിശുദ്ധാത്മാവ് വരും. ചിലരുടെ പ്രത്യേകത അതാണ്. ചിലർ 2-3 വാചകം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അപ്പം തന്നെ വരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും മനോഹരമായൊരു പ്രാർത്ഥന അതിന് മുൻപോ അതിന് ശേഷമോ കേട്ടിട്ടില്ല. അത് മനോഹരമാണ്. അതൊരു സെപ്പറേറ്റ് ക്ലാസ്സാണ്, കാറ്റഗറി ബൈ ഇറ്റ് സെൽഫ്. അതൊരു വേറൊരു സെക്ഷനാണ്. അപ്പോൾ ഒരു അസാധാരണമായ പ്രാർത്ഥന, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് എൻ്റെ ഹൃദയം ഉരുകി ഈ ചേട്ടൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വേണ്ടി, എൻ്റെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി, എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി, എൻ്റെ ദൈവജനത്തിന് വേണ്ടി, എൻ്റെ യാത്രകൾക്ക് വേണ്ടി എല്ലാം ഈ ചേട്ടൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒടുവിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതുപോലെ പരാവർത്തനം ചെയ്യാനോ അതുപോലെ നിങ്ങളോട് പറയാനോ എനിക്ക് അറിഞ്ഞുകൂടായെങ്കിലും പറഞ്ഞതിന് ഏതാണ്ട് എൻ്റേതായ ഒരു രീതി ഞാൻ പറയുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഈ പാവപ്പെട്ടവൻ ഇവിടം വിട്ട് പോവുകയാണ്. ഈ പാവപ്പെട്ടവൻ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുകയാണ്. ഞാൻ ഇവിടെ നിന്നിറങ്ങിപ്പോയാലും എൻ്റെ പ്രാർത്ഥന ഇവിടെ അവശേഷിക്കും. കാരണം ശബ്ദം നശിക്കുന്നില്ല, ശബ്ദം ഇല്ലാതാകുന്നില്ല. ശബ്ദതരംഗങ്ങളായി ഈ അന്തരീക്ഷത്തിൽ കിടക്കും. ദൈവമായ കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദതരംഗങ്ങളായി ഈ അന്തരീക്ഷത്തിൽ കിടന്ന് അങ്ങയുടെ 2ാം വരവോളവും ഈ ദാസനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഈ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ കിടന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് കണ്ണു നിറഞ്ഞ് ഈ മനുഷ്യൻ പ്രാർത്ഥന അവസാനിപ്പിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ, ശുദ്ധമായ ശാസ്ത്രമാണ് ഇയാൾ പറയുന്നത്. എന്താണ് ഇയാൾ പറയുന്നത്? ശബ്ദം ഇല്ലാതാകുന്നില്ല, ശബ്ദം നശിക്കുന്നില്ല, ശബ്ദതരംഗങ്ങളായി ഈ അന്തരീക്ഷത്തിൽ അവശേഷിക്കും. അതായത് ഈ ലോകമുള്ള കാലത്തോളം നാം ഉച്ചരിച്ച ശബ്ദം ഈ അന്തരീക്ഷത്തിൽ കിടക്കുമെന്ന്. കെട്ട വാക്കുകൾ പറഞ്ഞാൽ ആ കെട്ട വാക്കുകൾ നിങ്ങളുടെ അന്തരീക്ഷത്തിലുണ്ടാവും. നല്ല വാക്കുകൾ പറഞ്ഞാൽ ആ നല്ല വാക്കുകൾ നിങ്ങളുടെ അന്തരീക്ഷത്തിലുണ്ടാവും. വീട്ടിലിരുന്നൊരു കുടുംബനാഥയോ ഒരു ചേട്ടനോ ചേച്ചിയോ ഒരു ചെറുപ്പക്കാരനോ കുഞ്ഞോ തിരുവചനമെടുത്ത് ബൈബിൾ ഉച്ചത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ കൂരയ്ക്ക് കീഴിൽ, നിങ്ങളുടെ വീട്ടുമുറ്റത്ത്, നിങ്ങളുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത്, നിങ്ങളുടെ വീടിൻ്റെ 4 അതിർത്തികളിൽ നിങ്ങൾ വായിച്ച തിരുവചനം ശബ്ദതരംഗങ്ങളായി കർത്താവിൻ്റെ 2ാം വരവ് വരെയും നിങ്ങളുടെ അന്തരീക്ഷത്തിലുണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് ശബ്ദം ഇല്ലാതാകില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു ദേശത്ത് താമസിക്കുമ്പോൾ ആ ദേശത്തെ അന്ധകാരം മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വീടുകളിൽ ഉച്ചത്തിൽ തിരുവചനം വായിക്കണം. ഓഡിയോ ബൈബിൾ ഉണ്ട്. മൊബൈലിൽ ഓഡിയോ ബൈബിളിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഐഫോൺ ഉപയോഗിച്ചാലും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചാലും ഈ 2 പ്ലാറ്റ്ഫോമുകളിലും ഓഡിയോ ബൈബിൾ ലഭ്യമാണ്. മൈക്കിൾ പനച്ചികലച്ചൻ വായിക്കുന്ന ഓഡിയോ ബൈബിള് ലഭ്യമാണ്. POCയുടെ ഓഡിയോ ബൈബിള് ലഭ്യമാണ്. ഇത് ഉണ്ട്. അതെന്ത് ചെയ്യുക? മൊബൈലുണ്ടല്ലോ വീട്ടിൽ, മൊബൈലിൽ അത് ഓൺ ചെയ്ത് അടുക്കള ജോലി ചെയ്യുമ്പോഴൊക്കെ തിരുവചനം കേട്ടുകൊണ്ട്, വചനം കേട്ടുകൊണ്ട്, തിരുവചനം കേട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി തുടർന്നാൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. ഹല്ലേലൂയാ. അപ്പോൾ ഒന്ന്, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലുള്ള ദുരാത്മാക്കൾ വിട്ടുപോകാൻ ഒന്ന് ഉച്ചത്തിൽ വചനം വായിക്കണം. രണ്ടാമത്തേത്, ഉച്ചത്തിലിരുന്ന് പ്രാർത്ഥിക്കണം. വീടുകളിലിരുന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം. രാവിലെയും വൈകിട്ടും സാധിക്കുമെങ്കിൽ പ്രാർത്ഥിക്കണം. ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം. 5 മിനിറ്റേ പ്രാർത്ഥിച്ചുള്ളെങ്കിൽ ഉച്ചത്തിൽ, കർത്താവായ യേശുവേ, എൻ്റെ വീടിനെയും എൻ്റെ വീടിൻ്റെ 4 അതിരുകളെയും എൻ്റെ വീടിൻ്റെ അതിർത്തികളെയും എൻ്റെ വീട്ടിലെ മുറികളെയും ഉപകരണങ്ങളെയും ഉപയോഗ വസ്തുക്കളെയും എൻ്റെ വരുമാന മാർഗങ്ങളെയും വളർത്തുമൃഗങ്ങളെയും എൻ്റെ ബോട്ടിനെയും എൻ്റെ വഞ്ചിയെയും ദൈവമേ എൻ്റെ കടയെയും എൻ്റെ ജോലിയെയും എൻ്റെ പഠന മേഖലകളെയും പാഠപുസ്തകങ്ങളെയും എല്ലാം കർത്താവെ നിനക്ക് സമർപ്പിക്കുന്നു. കർത്താവ് ഇവിടെ വാഴണമേ. ദൈവമേ, ഞങ്ങളുടെ വീട്ടിൽ അങ്ങ് വാസമുറപ്പിക്കണമേ. ഞങ്ങളുടെ നാഥനായിരിക്കണമേ. ഞങ്ങളുടെ നായകനായി ഞങ്ങളെ വഴി നടത്തണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ. ഞങ്ങളെ അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഈ വീട്ടിൽ തിന്മ കയറാൻ അങ്ങ് അനുവദിക്കരുതേ. അങ്ങയുടെ ദൂതന്മാരെ കാവൽ നിർത്തണമേ. നീ നിന്റെ നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ ഈ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ കിടന്ന് നിന്റെ തലമുറയെ കൊത്തിയെടുത്ത് പായാൻ കാത്തു നിൽക്കുന്ന കഴുകന്മാരെ ആട്ടിയോടിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.